ഈശോയില് സ്നേഹമുള്ളവരെ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈശോയെ അവനൊരു സമരിയാക്കാരനാണെന്നും പിശാചുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരമാണ് യഹൂദര് ആരംഭിക്കുന്നത്. അതിന്റെ കാരണം തൊട്ട് മുമ്പുള്ള ഭാഗം വായിച്ചാൽ മനസ്സിലാവും യഹൂദര് ചെയ്ത പരിപാടി തെറ്റാണെന്ന്, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. കാരണം അവരൊന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തരം മോശപ്പെട്ട ജീവിതത്തിലേക്ക് അവർ പോകുന്നു എന്ന് ഈശോ അവരെ വിരൽ ചൂണ്ടുമ്പോഴാണ് ഈശോയെ അവർ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നത്. ശരിക്കും സമരിയക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരുതരം അവരുടെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈ പുറപ്പാട് അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറി മറ്റൊരാൾക്കാരെ വിവാഹം കഴിച്ചവരെയൊക്കെയാണ് ഈ സമരിയക്കാരുടെ ചില വർഗങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അവരങ്ങനെ യഹൂദരുടെ പാരമ്പര്യത്തിൽ നിന്ന് ഒരു സെക്കൻഡ് ഗ്രേഡ് പീപ്പിൾ ആയിട്ടാണ് അവരെയൊക്കെ കാണുക. അപ്പൊ അത്തരം മനുഷ്യരുടെ സമൂഹത്തിലേക്കും അല്ലെങ്കിൽ പിശാചിന്റെ അടിമത്തമുള്ള ഒരു മനുഷ്യനായിട്ടൊക്കെ ഈശോയെ അവരിങ്ങനെ തരം താഴ്ത്തി കാണാണ്. കാരണം ഒന്നേ ഉള്ളൂ, അവൻ പറഞ്ഞത് അല്ലെങ്കിൽ അവൻ ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളെ തിരുത്താനായിട്ട് ആരെങ്കിലും ഒക്കെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അവരെ തരം താഴ്ത്തുന്ന ഒരു തരം സ്വഭാവം നമുക്കുണ്ടോ? ഓ, ഇവനേക്ക് എനിക്കറിയാം, ഇവൻ ആരാണ്, ഇവൻ പണ്ട് ഇങ്ങനെയായിരുന്നു, അവന്റെ വീട്ടുകാരെങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പുച്ഛ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് ഇന്നേ ദിവസം ഈശോ ആവശ്യപ്പെടാണ്. തിരുത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.